Hello friends, welcome back to Arraysworld. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കർണാടകയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡിന്റെ റെസിപ്പിയാണ്. ചുറുമുറി എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പി കൂടിയാണ്. പിന്നെ ഈ ഫയർലെസ് കുക്കിംഗ് കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്ന് തന്നെ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഇവിടെ എടുക്കുന്നത് ഒരു സവാള പൊടിയായി അരിഞ്ഞതാണ്. അതിനുശേഷം ഒരു തക്കാളി പൊടിയായി അരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞതാണ്. അതിനുശേഷം ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സ്നാക്സിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനുശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങയുടെ ജ്യൂസ് ചേർക്കാം. അതിനുശേഷം 2 സ്പൂൺ വറുത്ത നിലക്കടലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും മതിയാവും നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി. ഇനി ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊരി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളാണ് പൊരി എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അല്പമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒറ്റയടിക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. പിന്നൊരു കാര്യം, ഇത് നമ്മൾ മിക്സ് ചെയ്ത ഉടനെ തന്നെ കഴിക്കാൻ നോക്കണം. തണുക്കാൻ വിടാൻ പാടില്ല. തണുത്ത് കഴിഞ്ഞാൽ ആ പൊരിയുടെ ക്രിസ്പിനെസ് എല്ലാം പോവും. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് സേവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വറുത്ത കടലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചുറുമുറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിങ് കൂടിയാണ്. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. നമ്മുടെ അറേയ്സ്വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.